ഈ കഴിഞ്ഞ ദിവസം മോദി വന്നു പോയതിൽ പിന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. മോദി വന്നു, പ്രസംഗിച്ചു, പോയി, പക്ഷേ വമ്പൻ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന്. കേരളത്തിലെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ പരിഹാസം ആഘോഷമാക്കുകയാണ്. എന്നാൽ അവർ ബോധപൂർവ്വം മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. മോദി തിരുവനന്തപുരത്ത് വന്ന് മടങ്ങിയത് വെറും ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയല്ല, മറിച്ച് ഈ നഗരത്തിന്റെ വരാനിരിക്കുന്ന 50 വർഷത്തെ വികസനത്തിന് വിത്ത് പാകിയിട്ടാണ് എന്നാണ് ആ സത്യം. ആദ്യം നമുക്ക് ഒരു താരതമ്യം ചെയ്യാം. 2021 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രൻ കാട്ടിയ വിക്രികൾ ആരും മറന്നിട്ടുണ്ടാകില്ല. രാഷ്ട്രപതിയുടെ അതീവ സുരക്ഷാ വാഹന വ്യൂഹത്തെ സ്വന്തം കാറുകൊണ്ട് മറികടക്കാൻ ശ്രമിച്ച ആ സംഭവം രാജ്യത്തിന് തന്നെ വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് പോലും അന്ന് ഞെട്ടിപ്പോയതാണ്. എന്നാൽ ഇത്തവണ നിങ്ങൾ കണ്ടത് മറ്റൊന്നാണ്. വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിട്ട് ആകെ എത്ര ദിവസമായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? വെറും ഏതാനും ദിവസങ്ങൾ മാത്രം. ഒരു മാസം പോലും തികയാത്ത ഒരു ഭരണകൂടത്തിന് മുന്നിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. വിമാനത്താവളത്തിൽ പോയി പ്രോട്ടോകോൾ പ്രശ്നങ്ങളും ഗതാഗത തടസ്സവും ഉണ്ടാക്കുന്നതിനേക്കാൾ തന്റെ നഗരത്തെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അണിയിച്ചൊരുക്കാനാണ് രാജേഷ് ശ്രദ്ധിച്ചത്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീമായ SBGയുമായി അവരുമായി ചേർന്ന് അതീവ ജാഗ്രതയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവിടെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാന്റെ പക്വതയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് രാജേഷിന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചതും. ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. നിങ്ങൾ നഗരത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കൂ, പണം ഞാൻ നൽകാം. പ്രധാനമന്ത്രി വി രാജേഷ് നൽകിയ ഈ ഒരു ഓപ്പൺ ചെക്കാണ് കേരളത്തിലെ മാപ്രകളെ അസ്വസ്ഥമാക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഫണ്ട് നേരിട്ട് ഒഴുകാൻ പോവുകയാണ്. പക്ഷേ ആ പണം പാർട്ടിക്കാർക്ക് വീതം വയ്ക്കാനല്ല, ചിലരെ പോലെ, മറിച്ച് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്. ഓരോ പൈസയും ഡിജിറ്റൽ ഇന്ത്യയിലൂടെ നിരീക്ഷിക്കപ്പെടും. അഴിമതിയുടെ ചുവപ്പ് നാടകൾക്ക് ഇനി ഇവിടെ സ്ഥാനവുമില്ല. ഫെബ്രുവരിയിലെ ബജറ്റിന് ശേഷം തിരുവനന്തപുരം മാറാൻ പോകുന്ന ആ ഒരു 5 പ്രധാന കാര്യങ്ങൾ കൂടി നമുക്കറിയാം. 1. സൂറത്ത് മോഡൽ ഡ്രെയിനേജ് ആണ്. ഒരു മഴ പെയ്താൽ തമ്പാനൂർ മുങ്ങുന്ന അവസ്ഥയ്ക്ക് ഇനി ശാശ്വത പരിഹാരമാകും. 2. ഇക്കണോമിക് കോറിഡോർ. വിഴിഞ്ഞം പോർട്ടും ടെക്നോ പാർക്കും തമ്മിൽ ബന്ധിപ്പിച്ച് ബംഗളൂരുവിനെ വെല്ലുന്ന ഒരു IT ഹബ്ബായി തിരുവനന്തപുരം മാറും. 3. റെയിൽവേയിലെ കുതിച്ചുചാട്ടം. കേരളത്തിലെ 11 സ്റ്റേഷനുകൾ വിമാനത്താവള നിലവാരത്തിലേക്ക് ഉയർത്താനായി മോദി അനുമതി നൽകി കഴിഞ്ഞു. അതിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. 4. PM ആവാസ് യോജനയിലൂടെ 20,000 കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന പദ്ധതി. 5. മാലിന്യ സംസ്കരണത്തിന് ഇന്ത്യയിൽ 1ാം നമ്പറായ ഇൻഡോർ മോഡലും. ഈ വികസന ചക്രത്തിന് വേഗത കൂട്ടാൻ ഇന്ന് 2 കരുത്തുറ്റ കൈകളുണ്ട്. 1. ലോകം അംഗീകരിച്ച ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖറും. 2. വി രാജേഷ് എന്ന തന്ത്രശാലിയായ ജനനേതാവും. ഇവർ രണ്ടുപേരും മോദിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് പ്രവർത്തിക്കുന്നത്. പിണറായി സർക്കാർ വിഴിഞ്ഞത്തെ സമരങ്ങൾക്കും വിവാദങ്ങൾക്കും വിട്ടുകൊടുത്തപ്പോൾ മോദി സർക്കാർ അവിടെ ഗ്രാന്റുകൾ നൽകി വികസനം ഉറപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷൻ പ്രകാരം വരും വർഷങ്ങളിൽ തിരുവനന്തപുരം സിലിക്കൺ വാലി ഓഫ് ഇന്ത്യയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലിനായി ഇനി ബംഗളൂരുവിലേക്കോ ഗൾഫിലേക്കോ പോകേണ്ടി വരികയുമില്ല.